ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ. ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന 2 പ്രദക്ഷിണങ്ങൾ 9-ാം ദിവസമായ 25-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും 10-ാം ദിവസമായ 26-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 മുല്ലപ്പൂ രഥത്തിൽ അലങ്കരിച്ച മാതാവിന്റെ ചരിത്രപ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് 10,000ങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം. പ്രാർത്ഥനകളിലെന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായി എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാല തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. CPI ജില്ലാ സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെ AISF, AIYF പുനലൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA-ക്കെതിരെ ആക്ഷേപ പരാമർശവും പ്രകടനവും നടത്തിയ SFI നിലപാടിൽ പ്രതിഷേധിച്ച് AIYF എന്നിവരുടെ നേതൃത്വത്തിൽ പുനലൂർ പട്ടണത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം പട്ടണം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. യോഗത്തിൽ AISF പുനലൂർ മണ്ഡലം സെക്രട്ടറി ആദർശ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. AIYF പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സിബിൽ ബാബു സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി TS നിതീഷ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും മത്സരിക്കാറുണ്ട്. അങ്ങനെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും മത്സരിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് കേരളത്തിലെ ഒരു പൊതുവായ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് കരുതുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ്. എല്ലാവർക്കും പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അക്രമരഹിതമായി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പുകളായി നടത്തേണ്ടുന്ന ഉത്തരവാദിത്വം ഉള്ള സംഘടനയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടന്നു. കൊല്ലം ജില്ലയിലെ ക്യാമ്പസുകളിലും തെരഞ്ഞെടുപ്പ് നടന്നു. കൊല്ലം ജില്ലയിലെ എല്ലാ ക്യാമ്പസുകളിലും മത്സരിച്ച സംഘടനയാണ് AISF. കൊല്ലം ജില്ലയിലെ ക്യാമ്പസുകളിൽ എല്ലാം മത്സരിച്ച സംഘടനയാണ് SFI. കൊല്ലം ജില്ലയിലെ എല്ലാ ക്യാമ്പസുകളും ഇല്ലെങ്കിലും അത്യാവശ്യം ക്യാമ്പസുകളിൽ എല്ലാം മത്സരിച്ച സംഘടനയാണ് KSU. ABVP ചുരുക്കം ക്യാമ്പസുകളിൽ മത്സരിച്ച സംഘടനയാണ്. അവരെല്ലാം വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ അവർക്കെല്ലാം ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട്. ഇവിടെ പുനലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയമാണ് പുനലൂർ SN കോളേജ്. പുനലൂർ SN കോളേജിൽ കഴിഞ്ഞ തവണ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് AISF കരസ്ഥമാക്കിയത്. നിരവധി വർഷങ്ങൾക്ക് ശേഷം ആ കോളേജ് യൂണിയൻ തിരികെ പിടിക്കുന്ന തരത്തിലേക്കുള്ള വലിയ വിജയം AISF കരസ്ഥമാക്കി. ഇത്തവണയും AISF പുനലൂർ SN കോളേജിൽ വലിയ മത്സരം കാഴ്ചവെച്ചു. ചെറിയ വ്യത്യാസത്തിന് ഇത്തവണ ഞങ്ങൾക്ക് യൂണിയൻ ഭരണം നഷ്ടമായി. അതൊരു ജനാധിപത്യ മത്സരമായി ഞങ്ങൾ കണക്കാക്കുന്നു. യോഗത്തിന് AISF ജില്ലാ വൈസ് പ്രസിഡന്റ് അക്ഷയ് ഷിജു നന്ദി രേഖപ്പെടുത്തി. CPI ജില്ലാ കൗൺസിൽ അംഗം L ഗോപിനാഥ് പിള്ള, AIYF ജില്ലാ കമ്മിറ്റി അംഗം ശരത് കുമാർ, പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ VS പ്രവീൺകുമാർ, I മൻസൂർ, ശ്യാംരാജ്, രാഹുൽ രാധാകൃഷ്ണൻ, വിഷ്ണുദേവ്, സുദർശനൻ, ബാബു ചെറിയാൻ, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.